ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ കടിൽ ഡയറീസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടിട്ട് കുറച്ചായി. അപ്പോൾ ഇനി മുതൽ നമുക്ക് എല്ലാം സെറ്റാക്കാം. ഷോർട്സും ഞാൻ ഇട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്രിസ്മസ് പ്രെപ്സും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എഴുന്നേറ്റത് ഞാൻ നേരെ പോയി കുളിച്ചു. കാരണം കുളിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മടി പിടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ ഓൾ സെറ്റ് ഫോർ ദ ഡേ. ഇനി നമുക്ക് ആദ്യം തന്നെ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കാം. സാധാരണ ഞാൻ വെള്ളം ഒന്നും കുടിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ എനിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അത് നല്ലൊരു ഒന്നാം തരം ബാഡ് ഹാബിറ്റാണ്. പക്ഷേ ഞാൻ മാക്സിമം അത് മാറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന ദിവസം കറക്റ്റായിട്ട് വെള്ളം കുടി, ഫുഡ് കഴിക്കൽ, ഉറക്കം, ഇതൊക്കെ അത്യാവശ്യം ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ നാരങ്ങ ചെടിയിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നാരങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുറച്ച് ലെമൺ ഇൻഫ്യൂസ്ഡ് വാട്ടർ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന്. ആക്ച്വലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്നല്ല, ഒരു ഉച്ച സമയോളം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊരു മോർണിംഗ് റുട്ടീൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ആപ്പിൾസും കുറച്ച് ബദാമും പിന്നെ കുറച്ച് ഡേറ്റ്സും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴിച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാമെന്ന്. വളരെ സാഹസപരമായിട്ട് സ്റ്റെപ്പ് കയറുന്ന ഷോട്ടൊക്കെ എടുത്തിട്ട് നേരെ പോയത് നമ്മുടെ റൂമിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസമായിരുന്നു ഞാൻ സ്റ്റാറി നൈറ്റ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്റ്റാറി നൈറ്റ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റായിട്ടും ലാസ്റ്റായിട്ടും പെയിൻറ്റ് ചെയ്യാൻ പഠിച്ചൊരു പെയിൻറ്റിങ് സ്റ്റാറി നൈറ്റാണ്. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് പേര് ഇതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാത്തത്. പിന്നെ ഞാനിത് ചെയ്ത് തന്നെ മനസ്സ് കുറച്ച് കാമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ദിവസം എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വരച്ചപ്പോൾ ഉണ്ടായിരുന്ന മെസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ ഒരു യൂട്യൂബ് വീഡിയോ വെച്ചിട്ട് ഒരു ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു. ടു ഡു ലിസ്റ്റ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മറന്നു വരയ്ക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ എഴുതി തുടങ്ങിയതാണ്. പക്ഷേ വൺസ് അത് എഴുതി തുടങ്ങിയതിന് ശേഷം ഡെയിലി ഞാനത് എഴുതി വെക്കാറുണ്ട്. കാരണം എനിക്ക് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഓർമ്മ നിൽക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കമൻറ്റൊക്കെ നോക്കി കമൻറ്റ്സിന് കുറച്ച് റിപ്ലൈ ഒക്കെ ചെയ്തിട്ട് നേരെ താഴോട്ട് പോയി. പട്ടിച്ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടിച്ചേച്ചി മെല്ലെ എഴുന്നേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അതിനി ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം. അതാണ് ഒരു അംഗം. സാധാരണ അമ്മൂമ്മ എപ്പോഴും വരാറുള്ളതാണ്. ആ ഒരു ദിവസം അമ്മൂമ്മ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കൊണ്ടുവരലാണ്. കാരണം പട്ടുവിന് ഈ ഒരു റൂം ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കയ്യിലെടുത്ത് ഏതാണെന്നൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ റൂമിലോട്ട് കൊണ്ടുവന്നു. പിന്നെ നേരെ താഴോട്ട് കൊണ്ടുപോയി. പട്ടുവിൻ്റെ ബാപ്റ്റിസത്തിൻ്റെ മിനി ആൽബമാണ് ഇത്. പട്ടുവിന് ചെറുതായിരിക്കുമ്പോൾ മുതലേ ഈ ഒരു ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് തുറന്നിട്ട് പട്ടുവിൻ്റെ ഫോട്ടോയിൽ പട്ടു തന്നെ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കും. ഇപ്പോൾ പിന്നെ നല്ല രസമാണ്. കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനവും പേജൊക്കെ മറിച്ച് ഏതൊക്കെയാണ് നോക്കി അമ്മു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഓരോന്ന് കാണിച്ചൊക്കെ തരും. സക്സസ്ഫുള്ളി ചമ്മിയതിന് ശേഷം പട്ടുവിന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു തന്ന കാര്യമാണ്. പട്ടുവിന് ഇങ്ങനെ ഒരു ടംബ്ലറോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിൽ കുറച്ച് പപ്പടം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിരുന്ന് കഴിച്ചോളും. അതിൻ്റെ ഗ്യാപ്പിൽ വേണം നമ്മൾ ചോറ് കൊടുക്കാനായിട്ട്. പട്ടുവിന് ചോറ് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. പപ്പടം കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ചോറ് കൊടുക്കാനായിട്ട് വായ തുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറക്കുകയില്ല. പക്ഷെ പപ്പടം കഴിക്കാനായിട്ട് ആന വായ പൊളിക്കണ പോലെ വായ പൊളിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്രയും സ്പീഡിൽ കണ്ടത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ എൻ്റെ അധ്വാനമായിരിക്കും. പറ്റുന്നത്ര ചോറ് കൊടുത്തതിന് ശേഷം അതിൻ്റെ വായൊക്കെ കഴുകി ഞാൻ പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാരിപ്പൊത്തി പോണത് അമ്മേനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനാണ്. എല്ലാവരും മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരാൻ വേണ്ടി പോകും. ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കാനാണ് പോകാറ്. വേറെ ഒന്നുമല്ല, ഷീസ് ടീച്ചറിനെ വിളിച്ചിട്ട് നേരെ പോയത് ടോപ്പ് നോച്ചിലോട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 21 വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നേ വരെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും വല്ല അടുത്തുള്ള കടയിൽ പോകുകയാണെങ്കിൽ പോലും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ ഇറങ്ങുള്ളൂ. ഇതിപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് വരാനല്ലേ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന്. ഞാൻ ഇട്ടതാണെങ്കിലോ വീട്ടിലത്തെ സ്ലിപ്പറും പോരാത്തതിന് ഞാൻ വീട്ടിലിടുന്ന സ്ലിപ്പർ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര നാണക്കേടായിരുന്നു. അപ്പോൾ അമ്മയുടെ ചെരുപ്പ് ഊരി വാങ്ങി ഇട്ടിട്ട് എൻ്റെ സ്ലിപ്പർ അമ്മയ്ക്ക് കൊടുത്തിട്ടൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ കിൻഡർ ജോയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് വീഡിയോ നിങ്ങൾ ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഹാരി പോട്ടർ 2 റോണും ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടെത്തിയപ്പോൾ തന്നെ ഡാഡി ക്രിസ്മസ് സ്റ്റാറൊക്കെ ഇടുന്നതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ പട്ടുവും പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പട്ടുവിന് കുറച്ച് കിൻഡർ ജോയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ സ്റ്റാർ ഇടാനാണ് പോയത്. എൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, 2 ട്രെയിൻ കിട്ടിയതിന് ശേഷം എനിക്ക് കിട്ടിയ ഹാരി പോട്ടറാണ്. അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് ആ ഒരു ദിവസം മൊത്തം കാണാനുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റാർ ഇടുന്ന പരിപാടിയാണ്. വീട്ടിലെല്ലാ വർഷവും 3 സ്റ്റാർ വെച്ചിടും. അപ്പോൾ അത് ഡാഡി തന്നെയാണ് എപ്പോഴും ഇടാറുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പട്ടു ഡൈപ്പറും ഉടുപ്പൊക്കെ ഇട്ടിട്ട് നേരെ നടക്കാൻ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് 7 അടി പൊക്കമായതുകൊണ്ട് മുകളിലത്തെ ബൾബൊക്കെ ഞാൻ തന്നെയാണ് അഴിച്ചെടുത്തിട്ട് വന്നത്. അപ്പോൾ ആ സാധനമൊക്കെ ഊരിക്കൊണ്ടുവന്ന് ഫസ്റ്റ് സ്റ്റാർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്, നമ്മൾ പട്ടാമ്പി പോയ സമയത്ത് ഞാൻ ഒരു സ്റ്റാർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സ്റ്റാറായിരുന്നു ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ലൈറ്റ് ഇടാതെ കാണാൻ പിന്നെയും ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ വെളിച്ചമൊക്കെ തട്ടി, മറ്റേ സൂര്യൻ്റെ വെളിച്ചമൊക്കെ തട്ടി കഴിയുമ്പോൾ മങ്ങിപ്പോയില്ലേ, ആ ഒരു കളർ പോലെയായിരുന്നു ഉണ്ടായിരുന്നു. ആകെ 2 സ്റ്റാർ ഈ വർഷം പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സ്റ്റാറും കൂടെ ഇടണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിൽ ഒരു സ്റ്റാറായിരുന്നു എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബൾബ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ ഈ ഹാരി പോട്ടറിൻ്റെ സംഭവം കണ്ടിട്ടും മതിയാവില്ല. മുകളിൽ പോകുമ്പോൾ ഞാൻ ഈ സാധനം ഇങ്ങനെ വായും വിളിച്ച് നോക്കും, എന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ താഴെ വന്നപ്പോൾ പട്ടുവിൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കട്ട്ലറ്റൊക്കെ കഴിച്ചിട്ട് നേരെ ക്ലീനിങ് പരിപാടിയിലോട്ട് പോയി. ഞാനല്ല ക്ലീൻ ചെയ്തത്, അമ്മയാണ് ക്ലീൻ ചെയ്തത്. പട്ടുവിനെ അവിടെ ഇരുത്തിയിട്ടായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ചൂലെടുത്ത് കഴിഞ്ഞാൽ അടിച്ച് വാരണം, മോപ്പ് എടുത്തു കഴിഞ്ഞാൽ തുടച്ച് വിടണം പറഞ്ഞ പോലെയായിരുന്നു പട്ടു ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ആൻഡ് നെക്സ്റ്റ് പരിപാടി ഈസ് പുൽക്കൂട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാ വർഷവും ഡാഡിയാണ് പുൽക്കൂട് ഉണ്ടാക്കാറുള്ളത്. ഡാഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, തട്ടിക്കൂട്ട് സാധനമൊന്നുമല്ല. ഈ റീപ്പറിൻ്റെ കഷ്ണവും മരത്തിൻ്റെ കഷ്ണവും ഒക്കെ വെച്ചിട്ട് വലിയൊരു വീട് പോലെയൊക്കെ ഉണ്ടാക്കി, വലിയ വീടല്ല, പുൽക്കൂട് പോലത്തെ ഒരു വലിയൊരു വീടൊക്കെ ഉണ്ടാക്കി കുറേ പുല്ലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യാറുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ തുടങ്ങിയ പരിപാടിയാണ് ഈ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള പുൽക്കൂട് ഉണ്ടാക്കൽ. അപ്പോൾ ഈ ഒരു വർഷവും അതുതന്നെയായിരുന്നു. പിന്നെ എല്ലാ വർഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസംബർ 1 ആകുമ്പോൾ തന്നെ സ്റ്റാറും പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം എല്ലാം മറന്നു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാനാണ് എല്ലാത്തിനും മുൻകൈ എടുക്കാറുള്ളത്. മീൻസ് അയ്യോ ചെയ്യണ്ടേ സ്റ്റാർ ഇടണ്ടേ, ക്രിസ്മസ് ട്രീ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഈ വർഷം നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഫുള്ള് അയ്യോ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണം, അയ്യോ ചാനലിൽ എന്താ ഇപ്പോൾ വീഡിയോ ഇടുക, ആ ഒരു മൈൻഡ് സെറ്റായി. അതായത് ഫുള്ള് കണ്ടൻറ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. വീട്ടിലൊരു ക്രിസ്മസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങനെ മറന്നുപോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും അതിൻ്റെ കൂടെ മറന്നുപോയി. പിന്നെ ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ബോധം വന്നത്, അയ്യോ ഇതൊക്കെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഒന്നും ആലോചിച്ചില്ല. ഇനി നാളെ നീളെ എന്നാണല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു ദിവസം എന്തായാലും നല്ല രീതിയിലെല്ലാം ചെയ്യണം. പിന്നെ ഞാൻ എന്തായാലും ഒരു കടിൽ ക്ലൗഡിൽ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഫുള്ള് ക്രിസ്മസിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടേ പറയാം. വേണമെന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ഇടും, അത് വേറെ കാര്യം. എന്നാലും അപ്പം നമ്മുടെ പുൽക്കൂട് പണിയാനായിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല. കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക, ഒരു മുകളിലെ ഫ്രണ്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. വേറൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ എന്താ പറയുക റൂഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി. പിന്നെ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ഞാൻ ബാക്കിൽ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും അതും ഇതൊക്കെ ഒട്ടിച്ചൊരു ജനലിൻ്റെ പരുവമൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മുടെ പലരുടെയും വീട്ടിൽ ഇതൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ പിന്നെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാനിതിട്ടിട്ട് വലിയ കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഇനിയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നാളെ ഇന്ന് 24 അപ്പോൾ നാളെയാണ് ക്രിസ്മസ്. ഇത്ര പെട്ടെന്ന് ക്രിസ്മസ് ആയോ? സമയം പോണൊരു പോക്കേ. എന്തായാലും നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ ട്രീയുടെ പരിപാടി തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ട്രീ എടുത്ത് പുറത്ത് വെച്ചാണ്, വീടിൻ്റെ സൈഡിൽ വെച്ചുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെക്കുകയും ചെയ്തു. മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് ഉണങ്ങി വരണ്ടിരുന്ന ക്രിസ്മസ് ട്രീ ആയിരുന്നു ഇത്. പിന്നെ ഈ ഒരു ഹാങ്ങിങ് ഞാൻ കാണിച്ചില്ലേ, അത് കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 2-3-4 വർഷത്തോളം ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് കളയാൻ എന്തോ മനസ്സിലൊരു വിങ്ങലായിരുന്നു. അപ്പോൾ പിന്നെ സൈഡിൽ തൂക്കിയിടാന്നുകൊണ്ട് തൂക്കിയിട്ടാണ്. പിന്നെ മുകളിൽ നമ്മുടെ സ്റ്റാർ ടോപ്പർ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കുറേ വർഷമായിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ നോക്കിയപ്പോൾ അമ്മ ഡോറിൽ തൂക്കാനായിട്ടൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്യും. അമ്മയും ഭയങ്കര സംഭവം കേട്ടോ. അമ്മ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. പട്ടുവിന് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. പിന്നെ അതിൽ നമ്മുടെ ലൈറ്റൊക്കെ ചുറ്റിയിട്ട് ഞാൻ നേരെ പോയി ഉള്ളിൽ ലൈറ്റ് ഇട്ടു. എനിക്കിങ്ങനെ മിന്നി കത്തുന്ന ലൈറ്റാണ് കുറച്ചുകൂടി ഇഷ്ടമുള്ളത്. അതായത് ഇപ്പോൾ സ്വിച്ച് ഇടും. ഇതേപോലെ മിന്നുന്ന സംഭവമാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഡിസംബർ ഫേവറേറ്റ് മന്താണ്, ഡിസംബറിൽ ക്രിസ്മസ് ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ദിവസം ഭയങ്കര തണുപ്പുമായിരുന്നു. രാത്രി 10 മണി 11 മണിക്കൊക്കെയാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നല്ല തണുപ്പുമായിരുന്നു, നല്ല ഫീലുമായിരുന്നു. എന്തായാലും നല്ലൊരു ഫീലായിരുന്നു അത്. പിന്നെ പുൽക്കൂടിൻ്റെ ബാക്കി പരിപാടികളൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല. കാരണം പുല്ലില്ലല്ലോ. തൊട്ടടുത്ത വീട്ടിൽ പശുവൊക്കെ ഉള്ള കാരണം അവരുടെ കയ്യിൽ വൈക്കോലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പോയി എടുത്തിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഒരു ക്ലീനിങ് എന്ന് പറയുന്ന ചടങ്ങും കൂടെ ഉണ്ടല്ലോ. കാരണം പള്ളിയത്തെ കരോള് അതിൻ്റെ അടുത്ത ദിവസം വരുമായിരുന്നു. അപ്പോൾ പിന്നെ അതിനു മുമ്പ് എല്ലാ സാധനവും സെറ്റ് ചെയ്യണമല്ലോ.
അപ്പോൾ ഇത് ഏകദേശം ഒരു 11 മണിക്ക് തുടങ്ങിയ പരിപാടി 1 മണി 2 മണിയൊക്കെ ആയപ്പോഴാണ് തീർന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ സ്പീഡിൽ കാണിക്കണ സാധനമൊക്കെ സമയമെടുത്ത് മെല്ലെ മെല്ലെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ആലോചിക്കുമായിരുന്നു, ദൈവമേ ഇത്രയും വേഗമായിരുന്നു ഞാൻ എല്ലാ പണിയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് റൂം ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഒരു സൈഡായിരുന്നു ഭയങ്കര മെസ്സായിരിക്കുന്നുണ്ടായിരുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ചെരുപ്പുകളുണ്ട്. അപ്പോൾ ചെരുപ്പ് അഴിച്ചിടുമ്പോൾ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് കുറേ സാധനം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ഒരു പെൻസിൽ പൗച്ചാണ്. ഞാൻ 7th 8th പഠിക്കുന്ന സമയത്ത് അമ്മയടുത്ത് കാല് പിടിച്ച് കരഞ്ഞ് വാങ്ങിച്ചൊരു സാധനമായിരുന്നു ഈ ഒരു ബോക്സ്. ആ ഒരു ടൈമിൽ തന്നെ ഇതിന് ഏകദേശം 600 800 അങ്ങനെ എന്തൊരു റുപ്പീസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോഴും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെന്നും പെൻസിലിനൊക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം നല്ല വെയിറ്റും ഉണ്ട്, നല്ല വലിയ സാധനമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരുടെയും തുടച്ചു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി വെച്ചായിരുന്നു തുടയ്ക്കാറുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുള്ള കാരണം ഇഷ്ടംപോലെ വെറ്റ് വൈപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വെറ്റ് വൈപ്പും വെച്ചാണ് തുടയ്ക്കാറുള്ളത്. അപ്പോൾ അവിടുത്തെ സൈഡൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഈ ഒരു സാധനം ചോട്ട് ചേച്ചി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മണിയൊക്കെ ഇങ്ങനെ കടകടക്കടാന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കും. പിന്നെ ഈ ഒരു മാന് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എന്തോ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഗ്ലിറ്ററൊക്കെ കുറച്ച് ഇളകിപ്പോയി പൊട്ടിയൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് സൈഡാക്കി വെച്ചു. പിന്നെ ഇത് ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു ബോട്ടിൽ ആർട്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വെച്ച ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ് വല്ല ഡിസ്കോ പോലെ ഇരുന്നുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ ടൈം 12:55 അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിടക്കുക. കാരണം പകുതി വെച്ച് നിർത്താൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെറ്റിയിലാണ് ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സാധനമൊക്കെ എടുത്തിട്ട് ടേബിളിൽ വയ്ക്കും. ടേബിൾ ക്ലീൻ ചെയ്യുമ്പോൾ അവിടുത്തെ സാധനമൊക്കെ തിരിച്ച് സെറ്റിയിലെടുത്ത് വയ്ക്കും. ഭയങ്കര കോമഡിയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത്. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെസ്ക് സെറ്റ് ചെയ്യാനാണ്. ഡെസ്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ആന സെറ്റിംഗ് ഒന്നുമല്ല. പക്ഷേ എന്നാലും ഇതേപോലെ ഒരു ടേബിൾ റണ്ണറൊക്കെ വെച്ചിട്ട് നടുക്ക് എന്തെങ്കിലുമൊക്കെ സെൻറ്റർ പീസൊക്കെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ബ്യൂട്ടി പാലസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹാങ്ങിങ് തൽക്കാലത്തേക്ക് ഇവിടെ കുത്തി വയ്ക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഡോറിൽ വെക്കണമെന്നായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങി കുത്താൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന്. ടൈം അപ്പോഴേക്കും 1:20 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചാച്ചാം. നെക്സ്റ്റ് ഡേ പോയിട്ട് ഞാൻ വൈക്കോലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒക്കെ സെറ്റാക്കി. രാവിലെ പോയി എടുത്തുകൊണ്ട് വന്നു. പക്ഷേ നമ്മുടെ പരിപാടിയൊക്കെ ലാസ്റ്റ് രാത്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഡോറിൽ ഹാങ്ങിങ് ഇട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പുൽക്കൂട് പണിയണമല്ലോ. ഞാൻ ആദ്യം തന്നെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഫെവിക്കോൾ ഇട്ടാണ്. അത്യാവശ്യം നല്ലപോലെ വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കണത് ഇത്തിരി കടന്ന കൈ ആയിരുന്നു. പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് ആരുടെയും പെർമിഷനൊന്നും വേണ്ടല്ലോ. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെവിക്കോൾ തെച്ചിട്ട് വെറുതെ അവിടെ നിർത്തിയിട്ട് ബാക്കി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കയറിട്ട് കെട്ടാനുള്ള സാവകാശമൊന്നുമില്ല. കാരണം ഈ ഒരു ദിവസമായിരുന്നു കരോള് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ള് ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ആൾക്കാരൊക്കെ വേണമല്ലോ. അപ്പോൾ പഴയ പെട്ടിയിൽ നിന്നൊക്കെ അതൊക്കെ തപ്പിയെടുത്ത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 2ാമത്തെ സെറ്റ് എന്തായിരുന്നു. കാരണം അതിന് മുമ്പിട്ടായിരുന്ന സെറ്റ് കംപ്ലീറ്റ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചാണ്. അപ്പം നമ്മുടെ സംഭവമൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ മാലാക വെക്കാനായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ മാലാക കെട്ടി വെക്കാനായിട്ട് പുറകിൽ ഓട്ടയൊക്കെ ഇട്ട് കെട്ടി എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കി. പിന്നെ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് കരോൾ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. വീടൊക്കെ ബ്ലസ് ചെയ്തു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ക്രിസ്മസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കടൽ ക്ലൗഡിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്.